ഹായ് ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് ക്രിസ്മസ് ആയിട്ട് കോഴിക്കോട് പോകാൻ വേണ്ടി വിചാരിച്ചിട്ടോ. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ വേറെ രണ്ടാളും കൂടെ ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സുകളാണ്. അങ്ങനെ ബസ്സിനാണ് പോകുന്നത്. കാടാമ്പുഴ ഞങ്ങൾ ബസ് കയറി. പിന്നെ യാത്ര ഒന്നും നിർത്തിയില്ല കേട്ടോ. കോഴിക്കോട് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നല്ലൊരു മീൽസ് കഴിച്ചു. അടിപൊളിയായിരുന്നു, നല്ല അടിപൊളി ബീഫും ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും പോയി. ഞങ്ങൾ ആദ്യം പോയത് മിഠായി തെരുവിലേക്കാണ്. അപ്പോൾ അവിടെ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ നിന്ന് ടാറ്റാട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ക്രിസ്മസ് ഞങ്ങൾ ഇങ്ങനെയായിട്ടാണ് ആഘോഷിച്ചത്. ഒരുപാട് ഷോപ്പുകളിലൊക്കെ കയറി, പക്ഷെ ഓവർ പർച്ചേസിങ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് പോന്നു എന്നുള്ളൂ. കാരണം ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരില്ലേ, അപ്പോൾ ഏതായാലും ലീവാണല്ലോ എല്ലാവർക്കും. പക്ഷെ ഞങ്ങൾ വിചാരിച്ച മാതിരി ഒന്നുമല്ല കേട്ടോ, നല്ല തിരക്കായിരുന്നു. മിഠായി തെരുവിൽ നല്ല തിരക്ക് വെച്ചാൽ നല്ല തിരക്കായിരുന്നു. പെട്ടെന്ന് ഫോണ് താഴേക്ക് വന്നു കേട്ടോ. കാരണം ഇന്നിവിടെ ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു ഷോപ്പ്. അപ്പോൾ അതിലേക്കൊന്ന് ജസ്റ്റ് കയറാൻ വേണ്ടി പോയതായിരുന്നു. പക്ഷെ അവിടെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളൊന്നും എടുത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് കയറി ടോപ്സൊക്കെ നോക്കി. അതിൽ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ടോപ്പ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ക്രിസ്മസ് എൻജോയ് ചെയ്തോ എന്ന്, എവിടെ പോയി എന്നൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇത് മാനാഞ്ചിറ നമ്മളെ സ്ക്വയറാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയതാണ്. അപ്പോൾ വൈകുന്നേരമാണ് സമയം, പക്ഷേ നല്ല വെയിലായിരുന്നു. കാരണം അത് ലൈറ്റൊക്കെ കത്തണമെന്നുണ്ടെങ്കിൽ രാത്രിയിലാവും. പക്ഷെ അതുവരെ നമുക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല. നമ്മളൊരു 4:30 ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. നല്ല വ്യൂസൊക്കെ ഉണ്ട് ഇവിടെ, അടിപൊളി. ഇവിടെയും ക്രിസ്മസ് അപ്പൂപ്പനെ കണ്ടിട്ടാണ് നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കൂടുതലൊന്നും ഫോട്ടോസോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പക്ഷേ ഒന്ന് എൻജോയ് ചെയ്ത്, ഞങ്ങളൊക്കെ എന്തായി എൻജോയ് ചെയ്തോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു 2025 അവിടെ സ്വാഗതം ചെയ്ത് വെച്ചിട്ടുണ്ട്. 24 അവസാനിക്കുന്നതിൻ്റെ മുന്നേ തന്നെ. അപ്പോൾ അവിടുന്ന് പിന്നെ എന്താ പറയുക, ഒരു ചായയൊക്കെ കുടിച്ചു കേട്ടോ. ചായ കുടിച്ചു. അവിടുന്ന് ഒരു എന്താ പറയുക എഗ് സാൻഡ്വിച്ചാണ്. പിന്നെ അവിടുന്ന് 2 ചെറിൻഡേയ്സ് വാങ്ങി കഴിച്ചു. അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസം. അപ്പനെല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കണം. പിന്നെ തിരിച്ച് ഞങ്ങൾ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ വന്നു. അവിടുന്ന് ഒരു ചായയും കൂടെ കുടിച്ചു. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ എന്താ പറയുക, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ അവിടുന്ന് വാങ്ങിയ സാധനങ്ങളാട്ടെ ഈ കാണുന്നത്. ഒരു ക്രാബ്, ഒരു കൊട്ട, അതുപോലെ നമ്മളെ കോളർ എഴുതുന്ന ബ്രഷ്, പിന്നെ നമ്മൾ ഗ്യാസിൽ നിന്നൊക്കെ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ, പിന്നെ കുട്ടികൾക്ക് കുറച്ച് ട്രൗസർ, ഒരു ബാഗ്, പിന്നെ ഒരു മാക്സിയൊക്കെ എടുത്തിട്ടോ. വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും അത്രയേ ഉള്ളൂ.